ഫ്രണ്ട്സ്, വെൽക്കം ടു ഗീതുസ് കിച്ചൺ. ഇന്നത്തേത് ഒരു ആന്ധ്ര സ്പെഷ്യൽ ബ്രേക്ക്ഫാസ്റ്റിന്റെ റെസിപ്പി ആട്ടോ. പെസറട്ടു വളരെ ടേസ്റ്റിയും ഹെൽത്തിയുമായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. ബ്രേക്ക്ഫാസ്റ്റിനും ഡിന്നറിനും ഒക്കെ ട്രൈ ചെയ്യാൻ പറ്റിയ ഒരു റെസിപ്പി ആട്ടോ. പെസറോട്ട് എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ 1 ഗ്ലാസോളം ചെറുപയറും 1/4 ഗ്ലാസോളം പച്ചരിയും കൂടി വെള്ളത്തിലിട്ട് ഒന്ന് കഴുകി വാരി കുതിർത്തി എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിത് തലേദിവസം രാത്രി കിടക്കാൻ നേരത്ത് വെള്ളത്തിലിട്ട് വെച്ചിട്ടാണ് കേട്ടോ കിടക്കുന്നത്. ചെറുപയറും പച്ചരിയും കഴുകിയെടുത്തതിന് ശേഷം ഞാനിതിലേക്ക് ഒരു ഇച്ചിരി ഉലുവായും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഉലുവ ഓപ്ഷണൽ ആണ്, വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ബ്രേക്ക്ഫാസ്റ്റിനാണെന്നുണ്ടെങ്കിൽ നമുക്ക് തലേദിവസം രാത്രി കിടക്കാൻ നേരത്ത് സോക്ക് ചെയ്ത് വെക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു 5 മണിക്കൂറെങ്കിലും ഒന്ന് സോക്ക് ചെയ്ത് വെക്കണം കേട്ടോ. ചെറുപയറും പച്ചരിയൊക്കെ കുതിർന്നിട്ടിട്ടുണ്ട്. ഇനി നമുക്കിത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് മല്ലിയില, ആവശ്യത്തിന് എരിവിന് ആവശ്യത്തിന് പച്ചമുളക്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്കിത് വെള്ളം ഒഴിച്ചൊന്ന് അരച്ചെടുക്കാം കേട്ടോ. ഇതിലേക്ക് കുറച്ച് ചെറിയ ജീരകം കൂടി ചേർത്ത് കൊടുക്കണം കേട്ടോ. ആ വീഡിയോ എൻ്റെ കയ്യിൽ നിന്ന് വിട്ടുപോയതാണ്. അപ്പോൾ നമ്മുടെ മാവ് റെഡി ആയിട്ടുണ്ട്. ഞാനത് ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ആ മിക്സിയുടെ ജാറൊക്കെ കഴുകി കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഏകദേശം ഒരു ദോശമാവിൻ്റെ കൺസിസ്റ്റൻസി ആണല്ലോ. അപ്പോൾ നമ്മൾ ആ ഒരു പാകത്തിനനുസരിച്ചിട്ട് മാത്രം വെള്ളം കുറേശ്ശെ ആയിട്ട് ചേർത്ത് കൊടുക്കുക. മിക്സ് ചെയ്ത് നോക്കിയതിന് ശേഷം നമുക്ക് ആവശ്യാനുസരണം മാത്രം ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ നമ്മുടെ പെസറട്ടുവിൻ്റെ മാവ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ചുട്ടെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ ഫെർമെൻറ്റേഷൻ ഒന്നും വെക്കേണ്ട ആവശ്യമില്ല. നമ്മളിത് അരച്ചെടുത്ത് അപ്പോൾ തന്നെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ചുട്ടെടുക്കാം. ഞാനിവിടെ കുറച്ച് സാമ്പാറും കുറച്ച് ചമ്മന്തിയും കൂടി അരച്ചെടുത്തതിന് ശേഷമാണ് ചുട്ടെടുക്കാൻ പോകുന്നത്. അത്രയും നേരം നമുക്കിതൊന്ന് മൂടി മാറ്റി വെക്കാം. അപ്പോൾ വളരെ ഈസി ആയിട്ടുള്ളൊരു സാമ്പാറും കൂടി നമുക്ക് തയ്യാറാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ കുക്കർ അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുള്ള മസൂർ ദാലും പീസ് പരിപ്പും കൂടി അണ്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. സാമ്പാർ വെക്കാനായിട്ട് മസൂർ ദാൽ നല്ല ടേസ്റ്റ് ആട്ടോ. അതാണ് ഞാൻ മസൂർ ദാൽ കൂടുതലും കുറച്ച് പീസ് പരിപ്പ് കൊടുത്തിട്ടുള്ളത്. ഇനി ഞാൻ അതിലേക്ക് തക്കാളി അരിഞ്ഞതും സവാള അരിഞ്ഞതും 2-3 പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഏതെങ്കിലും ഒരു പരിപ്പ് ചേർത്ത് കൊടുത്താലും മതി കേട്ടോ. എൻ്റെ അടുത്ത് 2 ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ 2 മിക്സ് ചെയ്ത് ചേർത്ത് കൊടുത്തിട്ടുള്ളത് കേട്ടോ. ഞാൻ അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും മഞ്ഞൾപ്പൊടിയും ഒരു ഇച്ചിരി വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. ഒരു വിസിലടിച്ചിട്ട് ഓഫ് ചെയ്ത് വെക്കാം കേട്ടോ. അപ്പോൾ തന്നെ അപ്പോൾ പരിപ്പിൻ്റെ ആവി പോകുമ്പോഴേക്കും നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള പച്ചക്കറികളൊക്കെ ഒന്ന് വഴറ്റിയെടുക്കാം കേട്ടോ. ഞാനിവിടെ ഒരു ചീനച്ചട്ടി അടുപ്പത്തേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എണ്ണ നല്ലതുപോലെ ചൂടായി കഴിയുമ്പോൾ ഞാൻ അതിലേക്ക് കടുകൊക്കെ പൊട്ടിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. കടുകൊക്കെ ഒന്ന് പൊട്ടി കഴിയുമ്പോൾ ഞാൻ അതിലേക്ക് ഒരു ഇച്ചിരി ഉലുവ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ പെസറട്ടു ട്രൈ ചെയ്ത് നോക്കുന്നത്. നവധാന്യ ദോശയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിലും പെസറട്ടു ആദ്യമായിട്ടാണ് ട്രൈ ചെയ്യുന്നത്. നല്ല ഹെൽത്തിയും വളരെ ടേസ്റ്റിയുമായിട്ടുള്ളൊരു ദോശ തന്നെയാണ് കേട്ടോ. വളരെ പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റ് ആണ്. ഡയറ്റ് ചെയ്യുന്ന ആൾക്കാർക്കൊക്കെ തീർച്ചയായിട്ടും ട്രൈ ചെയ്യാൻ പറ്റിയൊരു റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ കടുകും ഉലുവയൊക്കെ പൊട്ടി കഴിയുമ്പോൾ ഞാൻ അതിലേക്ക് കുറച്ച് കൊല്ലമുളകും കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഞാൻ ഇതിലേക്ക് നമ്മൾ നന്നാക്കി വെച്ചിട്ടുള്ള ചെറിയുള്ളി അണ്ട ചേർത്ത് കൊടുക്കുന്നത്. ചെറിയുള്ളി അരിഞ്ഞിട്ടൊന്നുമില്ല, മുഴുവനെ തന്നെയാണ് ചേർത്ത് കൊടുക്കുന്നത്. സാമ്പാറിൽ ഇങ്ങനെ ചെറിയുള്ളി കിടക്കുന്നത് നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇനി നമുക്കൊന്ന് വഴറ്റിയെടുക്കാം കേട്ടോ. ഉള്ളി ഒന്ന് ചെറുതായിട്ട് വാടുന്നത് വരെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. സാമ്പാറിലേക്ക് നമ്മൾ അങ്ങനെ വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാറില്ല. താല്പര്യമുള്ള ആൾക്കാർക്ക് വെളുത്തുള്ളി വേണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ കൂട്ടത്തിൽ കൂടി അരിഞ്ഞോ അതല്ലാതെയോ ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഉള്ളി ഒന്ന് ചെറുതായിട്ട് വാടി കഴിഞ്ഞപ്പോൾ ഞാൻ ഇതിലേക്ക് വെണ്ടയ്ക്കാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. വെണ്ടയ്ക്ക ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് ഇതിൻ്റെ വഴുക്കൽ മാറുന്നത് വരെ നല്ലതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കാം കേട്ടോ. ഏത് ടൈപ്പ് സാമ്പാർ വെച്ചാലും നമ്മൾ സാമ്പാറിൽ വെണ്ടയ്ക്ക ഇതേപോലെ വഴറ്റിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കാറ്. അപ്പോൾ നമ്മുടെ പച്ചക്കറിയിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ വെണ്ടയ്ക്കൊക്കെ നല്ലതുപോലെ വാടി അതിൻ്റെ വഴുക്കലൊക്കെ മാറി കഴിയുമ്പോൾ ഞാൻ ഇതിലേക്ക് ഗോവയ്ക്കാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ഇത് നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടായ ഗോവയ്ക്കാട്ടോ, മമ്മിയുടെ കൃഷിയാണ്. ഇനി ഇത് നമുക്ക് ചെറുതായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം കേട്ടോ. ഈ പച്ചക്കറികളൊക്കെ പെട്ടെന്ന് വെന്ത് കിട്ടുന്ന പച്ചക്കറികളാട്ടോ. അത് കാരണം ഒരുപാട് ഇട്ട് വഴറ്റേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒന്ന് വഴണ്ടി കിട്ടിയാൽ മാത്രം മതി കേട്ടോ. അപ്പോൾ ഗോവയ്ക്കൊക്കെ ഒന്ന് വഴണ്ട് കഴിയുമ്പോൾ ഞാൻ അതിലേക്ക് വഴുതനങ്ങയും തക്കാളിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട് കേട്ടോ. ഓരോന്നിൻ്റെയും വേവ് ഓരോ ടൈപ്പാണ്. അതാണ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇനി ഇത് നല്ലതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കാം. വഴുതനങ്ങ ഒന്ന് ചെറുതായിട്ട് വാടുന്ന വരെ നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം കേട്ടോ. പച്ചക്കറിയൊക്കെ വാടി കഴിഞ്ഞപ്പോൾ ഞാൻ ഇതിലേക്ക് സാമ്പാർ പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. സാമ്പാർ പൊടിയും കുറച്ച് കായപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ടേസ്റ്റിന് ആവശ്യമായിട്ടുള്ള കായപ്പൊടി ചേർത്ത് കൊടുക്കാം കേട്ടോ. ചിലർക്ക് കായത്തിൻ്റെ ടേസ്റ്റ് അത്ര ഇഷ്ടമാവില്ല. അപ്പോൾ അവർക്ക് ചേർത്ത് കൊടുക്കണമെന്നില്ല. സാമ്പാർ പൊടിയിൽ ഓൾറെഡി കായൊക്കെ ചേർത്തിട്ടുള്ള സാമ്പാർ പൊടിയാണ്. നമ്മൾ ഇപ്രാവശ്യം മേടിച്ചിട്ടുള്ളത് എക്സ്ട്രാ കായം സാമ്പാർ പൊടിയാണ് കേട്ടോ മേടിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. ഞാനിവിടെ കുറച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇത് നല്ലതുപോലെ ഒന്ന് വഴറ്റിയതിന് ശേഷം നമുക്കിത് പരിപ്പിലേക്ക് ചേർത്ത് കൊടുക്കണം. അപ്പോൾ പരിപ്പിൻ്റെ ആവി ഒന്നുകൂടി പോകാനുണ്ടായിരുന്നു. ഞാൻ ആവി ഒന്ന് തുറന്ന് കളഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ. പരിപ്പ് ഒറ്റ വിസിലിന് തന്നെ വെന്ത് കിട്ടും കേട്ടോ. ഒരുപാട് ഇങ്ങോട്ട് വെന്ത് അരിഞ്ഞ് പോകേണ്ട ആവശ്യമില്ല. ചെറുതായിട്ട് പരിപ്പ് കടിക്കുന്നത് ഒരു ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ പരിപ്പൊക്കെ ആവശ്യത്തിനൊക്കെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ വഴറ്റി വെച്ചിട്ടുള്ള പച്ചക്കറികൾ ചേർത്ത് കൊടുക്കാം കേട്ടോ.
നമ്മൾ ഈ സാമ്പാറിൽ എടുത്തിട്ടുള്ളതെല്ലാം വളരെ എളുപ്പത്തിൽ വേകുന്ന പച്ചക്കറികളാണ് കേട്ടോ. അതുകൊണ്ടാണ് ഞാനിങ്ങനെ ജസ്റ്റ് ഒന്ന് വഴറ്റി എടുത്തിട്ടുള്ളത്. ഓരോന്നിൻ്റെയും വേവ് ഓരോരോ ടൈപ്പാണ്. അതുകൊണ്ടാണ് ഓരോന്നിൻ്റെ വേവ് അനുസരിച്ചിട്ട് സ്റ്റെപ്പായിട്ട് വഴറ്റിയെടുത്തത്. വേറെ പച്ചക്കറികൾ ആഡ് ചെയ്ത് കൊടുക്കേണ്ട ആൾക്കാർക്ക് വേണമെന്നുണ്ടെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ പച്ചക്കറിയുടെ വേവിനനുസരിച്ചിട്ട് പച്ചക്കറികളൊക്കെ വേവിച്ചെടുക്കണം. അത് ഈ പരിപ്പ് വേവിക്കുന്ന വെള്ളത്തിൽ വേവിച്ചെടുത്താൽ കുറച്ചും കൂടി ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. നമ്മൾ ഈ സാമ്പാറിൽ ധാരാളം തക്കാളി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ പുളിക്ക് ആവശ്യമായിട്ട് തക്കാളി മാത്രമേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. എക്സ്ട്രാ പുളിയൊന്നും നമ്മൾ ഇതിനകത്ത് പിഴിഞ്ഞ് ഒഴിക്കില്ല കേട്ടോ. അതുകൊണ്ടാണ് ഇത്രയധികം തക്കാളി ചേർത്ത് കൊടുത്തിട്ടുള്ളത്. പുളി ചേർത്ത് കൊടുക്കാൻ താല്പര്യമുള്ള ആൾക്കാർക്ക് ഒരു ചെറിയ കഷ്ണം വാളംപുളി വെള്ളത്തിലിട്ട് പിഴിഞ്ഞിട്ട് വേണമെന്നുണ്ടെങ്കിൽ ആ പുളിവെള്ളം ഒഴിച്ച് കൊടുക്കാം കേട്ടോ. ഇവിടെ മമ്മിക്ക് വയറിന് അത്ര സുഖമില്ലാണ്ട് വരും. അതുകൊണ്ടാണ് ഞാൻ പുളി ഒഴിവാക്കി തക്കാളി ചേർത്ത് കൊടുത്തത് കേട്ടോ. അപ്പോൾ പച്ചക്കറിയൊക്കെ ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് സാമ്പാറിന്റെ ചാറിന് ആവശ്യമായിട്ടുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം. അപ്പോൾ വെള്ളം പച്ചക്കറിയൊക്കെ കൂടി ഇളക്കി മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് എന്തെങ്കിലും വേണമെന്നെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാനിവിടെ കുറച്ചും കൂടി സാമ്പാർ പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഇത് ഇളക്കി നല്ലതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം നല്ലതുപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കാം കേട്ടോ. ഇനി ഒരുപാട് സമയത്ത് വേവിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മുടെ പച്ചക്കറിയൊക്കെ ഒരു തളയിൽ തന്നെ വെന്തൊക്കെ കിട്ടിക്കോളൂ കേട്ടോ. നമ്മൾ ഓൾറെഡി വഴറ്റിയൊക്കെ എടുത്തിട്ടുള്ളതാണല്ലോ. അപ്പോൾ നമ്മുടെ സാമ്പാറൊക്കെ തിളച്ചൊക്കെ കിട്ടിയിട്ടുണ്ട്. ഞാൻ ഇതിലേക്ക് ലാസ്റ്റ് കുറച്ച് മല്ലിയില അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഞാൻ അതിൻ്റെ പുറത്തായിട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒരു സ്പൂണോളം വെളിച്ചെണ്ണ ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്കിത് കൂട്ടിയിട്ട് ഒന്ന് ആ വിസിലിട്ടിട്ട് അപ്പം തന്നെ തീ ഓഫ് ചെയ്ത് വെക്കാം കേട്ടോ. വിസിലടുപ്പിക്കുന്നൊന്നുമില്ല, ജസ്റ്റ് ആ ഒരു ആവി അതിനകത്ത് നിൽക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ ചെയ്യുന്നത്. എല്ലാ പച്ചക്കറികളും ഓൾറെഡി വെന്തിട്ടുള്ളതാണ്. ഒരുപാട് ആവിയൊക്കെ കയറ്റി കഴിഞ്ഞാൽ പച്ചക്കറി എല്ലാം വെന്ത് പോകും. അപ്പോൾ ഞാൻ അപ്പം തന്നെ തീ ഓഫ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കൊരു ഇച്ചിരി ചമ്മന്തി കൂടി അരച്ചെടുക്കാം. മിക്സർ ചെറിയ ജാറിലേക്ക് ഞാൻ തേങ്ങ ചിരണ്ടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് കുറച്ച് കാഷ്യൂ പീസസ് ആണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇതിലേക്ക് ഞാൻ കുറച്ച് ചതച്ച മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്, കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇത്ര സാധനങ്ങൾ മാത്രമേ ഞാൻ ഈ ചമ്മന്തിയിൽ ആഡ് ചെയ്ത് കൊടുക്കുന്നുള്ളൂ കേട്ടോ. ഇനി ഇതിലേക്ക് ഞാൻ വെള്ളം ഒഴിച്ച് അരച്ചെടുക്കുന്നുണ്ട് കേട്ടോ. നമ്മുടെ തേങ്ങ ചിരണ്ടി ഫ്രിഡ്ജിൽ വെച്ച തേങ്ങ ആയതുകൊണ്ട് ഞാൻ കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചിട്ടാണ് അരച്ചെടുത്തിട്ടുള്ളത്. അപ്പം നമ്മുടെ പെസറട്ട് ഇനി ചുട്ടെടുക്കാൻ ഞാനിവിടെ ദോശക്കല്ല് അടുപ്പത്തേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. ചട്ടി നല്ലതുപോലെ ചൂടായി കഴിഞ്ഞപ്പോൾ ഞാൻ അതിലേക്ക് വെള്ളം തെളിച്ച് ഒന്ന് തുടച്ചൊക്കെ എടുത്തിട്ടുണ്ട്. ഹീറ്റ് ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഒരുപാട് ചൂട് കൂടി കഴിഞ്ഞാൽ നമ്മുടെ ദോശ ചുട്ടാൽ ശരിയാവില്ല. അതുകൊണ്ടാണ് വെള്ളമൊക്കെ തെളിച്ചെടുത്തിട്ടുള്ളത് കേട്ടോ. ഇനി നമ്മുടെ ദോശപ്പൊടി കലക്കിയിട്ട് നമുക്ക് ഇതേപോലെ പരത്തി ചുട്ടെടുക്കാം കേട്ടോ. ഇതിലേക്ക് നമുക്ക് ആവശ്യമായിട്ടുള്ള ഓയിൽ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ നെയ്യാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ബട്ടർ ആണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി ടേസ്റ്റി ആയിരിക്കും. ഓയിൽ യൂസ് ചെയ്യേണ്ടാത്ത ആൾക്കാർക്ക് ഓയിൽ യൂസ് ചെയ്യാണ്ടും ചുട്ടെടുക്കാം കേട്ടോ. അപ്പം നമ്മുടെ പെസറട്ടു റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് പ്ലേറ്റിലേക്ക് എടുക്കാം. കാസ്റ്റേൻ്റെ തവ ആയതുകൊണ്ടാണ് കേട്ടോ നമ്മൾ ഇതേപോലെ എല്ലാ വശവും വിരിയിച്ചിട്ട് പതുക്കെ ചുട്ടെടുക്കുന്നത്. നോൺ സ്റ്റിക്കിനാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ഈസി ആയിട്ട് നമുക്ക് ചുട്ടെടുക്കാം കേട്ടോ. പക്ഷേ ടേസ്റ്റി അതുപോലെ തന്നെ ഹെൽത്തിയും എപ്പോഴും ഇതേപോലെയുള്ള കാസ്റ്റേൻ തവയിൽ ചുടുമ്പോഴാണ് കേട്ടോ. അപ്പോൾ ഒരെണ്ണം കൂടി ഞാൻ ഇതേപോലെ തന്നെ ചുട്ടെടുക്കുന്നുണ്ട്. അപ്പോൾ ഓരോ പ്രാവശ്യം ചുട്ടെടുക്കുമ്പോഴും ഞാൻ ഇതേപോലെ ആവശ്യത്തിന് എണ്ണയൊക്കെ തൂത്തതിന് ശേഷം വെള്ളം തെളിച്ച് ഹീറ്റൊക്കെ ഒന്ന് ബാലൻസ് ചെയ്തിട്ടാണ് കേട്ടോ ചുട്ടെടുക്കുന്നത്. ദോശക്കലയിൽ ഞാൻ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നത് നല്ലെണ്ണയാണ് കേട്ടോ. നല്ലെണ്ണ സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ നമ്മുടെ ദോശയൊക്കെ ഒട്ടും അടുക്കി പിടിക്കാണ്ട് തന്നെ നമുക്ക് കിട്ടും കേട്ടോ. നമ്മൾ ദോശയൊക്കെ ഉണ്ടാക്കുന്ന കാസ്റ്റേൺ തവയിലൊക്കെ ചപ്പാത്തിയൊക്കെ ചുട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് അടുത്ത പ്രാവശ്യം ദോശ ഉണ്ടാക്കുമ്പോൾ അടിക്കൊക്കെ പിടിക്കാനായിട്ടൊക്കെ ചാൻസ് ഉണ്ടല്ലോ. അപ്പോൾ അതിന് ഞാൻ ചെയ്യുന്നത് ഇതേപോലെ ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞതിന് ശേഷം ആ ഒരു ചെറിയ ചൂടിൽ തന്നെ നമ്മുടെ നല്ലെണ്ണ സ്പ്രെഡ് ചെയ്ത് വെക്കും കേട്ടോ. അപ്പോൾ പിന്നത്തെ പ്രാവശ്യം ദോശ ഉണ്ടാക്കുമ്പോൾ നമുക്ക് ഒട്ടും അടുക്കി പിടിക്കാണ്ട് കിട്ടും കേട്ടോ. നമ്മൾ ബിരിയാണിക്കൊക്കെ ദം ചെയ്യാനായിട്ട് ദോശക്കല്ലെടുത്താലും ഇതേപോലെ തന്നെ ഞാൻ നല്ലെണ്ണ സ്പ്രെഡ് ചെയ്ത് വെക്കും. അപ്പോൾ പിന്നത്തെ പ്രാവശ്യം ദോശ ഉണ്ടാക്കുമ്പോഴും ഒട്ടും അടുക്കി പിടിക്കാണ്ട് നമുക്ക് ദോശ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ ദോശയൊക്കെ ചുട്ട് കഴിഞ്ഞപ്പോഴേക്കും ഞാൻ സാമ്പാർ ഒന്ന് തുറന്ന് ഇളക്കിയൊക്കെ എടുക്കുന്നുണ്ട്. നമ്മുടെ ദോശ സെർവിങ് പ്ലേറ്റിലേക്ക് എടുത്തിട്ടുണ്ട്. കൂടെ നമ്മുടെ ചമ്മന്തി, പിന്നെ നമ്മൾ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുത്തിട്ടുള്ള സാമ്പാറുമാണ് കേട്ടോ. അപ്പോൾ വളരെ ഈസി ആയിട്ടും ടേസ്റ്റി ആയിട്ടും ഹെൽത്തി ആയിട്ടും ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയൊരു റെസിപ്പിയാണ് കേട്ടോ. ബ്രേക്ക്ഫാസ്റ്റിനോ ഡിന്നറിനോ ഒക്കെ ട്രൈ ചെയ്യാൻ പറ്റിയൊരു റെസിപ്പിയാണ്. പിള്ളേർക്കും വലിയ ആൾക്കാർക്കൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പി കൂടിയാണ് കേട്ടോ ഇത്. ഇവിടെ പിള്ളേരൊക്കെ ഭയങ്കര ദോശ വിരോധികളാണ്. ദോശ ഇഡ്ഡലിയൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ രാവിലെ എന്താണെന്ന് ബ്രേക്ക്ഫാസ്റ്റിന് ചോദിക്കുമ്പോൾ ദോശയാണെന്ന് പറയുമ്പോൾ അയ്യോ ഇന്നും ദോശയാണോ എന്ന് ചോദിക്കുന്ന ആൾക്കാരാണ്. ഈ ഒരു ഗ്രീൻ കളറൊക്കെ കാണുമ്പോൾ പിള്ളേർക്കും കഴിക്കാനായിട്ട് ഭയങ്കര ഒരു ഇൻട്രസ്റ്റ് ഒക്കെ ആയിരിക്കും കേട്ടോ. പേര് പറയുമ്പോഴും നമ്മൾ അതേപോലെ ദോശ എന്നൊക്കെ പറയാണ്ട് പെസറട്ടു എന്നൊക്കെ പറഞ്ഞാലും അല്ലെങ്കിൽ ഗ്രീൻ കളർ ദോശ എന്നൊക്കെ പറഞ്ഞാലും അവർക്ക് കഴിക്കാനൊക്കെ ഒരു ഇൻട്രസ്റ്റ് ഒക്കെ ആയിരിക്കും കേട്ടോ. അപ്പോൾ വളരെ ഹെൽത്തിയും പ്രോട്ടീൻ റിച്ചും ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം. നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാൻ വേണ്ടി മറക്കരുത്. വീണ്ടും നല്ലൊരു റെസിപ്പിയുമായി വരുന്നത് വരെ എല്ലാവർക്കും ഗുഡ് ബൈ.